അസൂയക്ക് മരുന്നില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് അല്ലെ. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് അനുമോൾ അത് കപ്പെടുത്തു. ഒരുപാട് സ്വീകരണങ്ങളും ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് അനുമോൾ അങ്ങ് മുന്നോട്ട് പോവാണ്. അപ്പോഴും അസൂയ മൂത്ത് വീഡിയോ ഇടുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും ഉണ്ട്. ബിന്നി, റെന, അതുപോലെ തന്നെ ഇപ്പോൾ ശൈത്യയുടെ കാര്യം പറയേ വേണ്ട. ശൈത്യയുടെ പേര് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അസൂയയുടെ ഒരു പര്യായം ഉണ്ടെങ്കിൽ ശൈത്യ എന്നിടായിരിക്കും നല്ലത്. എല്ലാ ദിവസവും വന്നിട്ട് അവർ ഓരോ വീഡിയോ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ അഖിൽമാരാർക്കെതിരെ വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അനുമോളെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അവസാനം കുറച്ച് നാളുകളിലാണ് അനുമോൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതിന്. അത് എപ്പോഴാണ് ഇവരെല്ലാവരും തിരികെ അവിടെ ഒരു റീ എൻട്രി വന്നല്ലോ. ഈ എലിമിനേറ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും റീ എൻട്രി ചെയ്തപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവരെല്ലാവരും കൂടെ അനുമോൾ അങ്ങ് ഇപ്പോൾ ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അതെല്ലാവർക്കും തോന്നിയതാണ് അല്ലെ. അനുമോളോട് ദേഷ്യം തോന്നി വോട്ട് ചെയ്യാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അവർക്ക് പോലും തോന്നിയ ഒരു കാര്യമാണ് ഇത്. അനുമോൾക്ക് പ്ലസ് ആവുകയും അനുമോൾക്ക് എല്ലാവരും വോട്ട് ചെയ്യാത്തവർ പോലും വോട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നുള്ളത്. കാരണം അത്രമേല അനുമോളെ ഇവരെ എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ പറയും അത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒന്നുമില്ല. ആളുകൾക്ക് അത് മുഴുവൻ ഒറ്റപ്പെടലായിട്ട് തന്നെയാണ് കണക്കാക്കി വോട്ട് അനുമോൾക്ക് വാരി കോരി കൊടുത്ത് അനുമോളെ വിജയിപ്പിച്ചത്. അപ്പൊ അന്ന് മുതലാണ് ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ അഖിൽമാരെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ വെച്ചാണ് ഇപ്പോൾ നമ്മളുടെ ആ പേര് ഞാൻ വിളിക്കുന്നില്ല, ശൈത്യ വീഡിയോ ചെയ്തിരിക്കുന്നത്. ശൈത്യ ഒന്നാമത്തെ എയറിലായിരുന്നു, ഇപ്പോൾ ശൂന്യാകാശത്താണ് നിൽക്കുന്നത്. എല്ലാവരും എയറി പോയി കഴിഞ്ഞാൽ അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് നല്ല പിള്ള ചമയാൻ ശ്രമിക്കും. ഇത് നേരെ ഉൾട്ടയാണ്. ഇവർ എന്ത് ബുദ്ധിയില്ലായ്മയാണ് ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവർ എയറിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് എന്ത് പ്രതിവിധി എന്നുള്ള അവർ തന്നെ ചിന്തിക്കണം. അവർ മാത്രമല്ല, അവരുടെ ഫാമിലി ഇങ്ങനെ തന്നെ ഓരോ വീഡിയോ ഇട്ടിട്ട് അനുമോളെ മാത്രമല്ല, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള യൂട്യൂബേഴ്സ് ആയാലും മറ്റു പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവരൊക്കെ എതിരെയാണ് അവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശൈത്യക്ക് നല്ലതല്ല. ശരിക്കും പറയണമെങ്കിൽ ശൈത്യ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കുക, കുറച്ച് നാൾ മൗനമായിരിക്കുക. ഈ സീസൺ 7 ഈ ഹാങ് ഓവറൊക്കെ മാറിയിട്ട് സീസൺ 8 കുറിച്ച് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം വരും. അങ്ങനെ തന്നെയല്ല എല്ലാ സീസണിലും ഒരുപാട് നെഗറ്റിവിറ്റിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ മിണ്ടാതിരിക്കും, കുറെ കഴിയുമ്പോൾ അതൊക്കെ മറക്കും. അങ്ങനെയാണ് ഇപ്പൊ ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി വീഡിയോ ചെയ്ത് അവരുടെ ഒരു യൂട്യൂബ് ചാനലിന് കൂടുതൽ സപ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കാനുള്ള ശ്രമം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. ശൈത്യ ഇനിയെങ്കിലും നിർത്തൂ. ഇപ്പം ഞാൻ മറ്റേ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ പറയുന്ന വാക്കുകളിൽ കുറച്ച് ജെന്യൂനിറ്റി ഉണ്ടാവണം. അല്ലാതെ ഒരാളെ ടാറടിച്ച് കാണിക്കാൻ വേണ്ടി എന്തും പറയാമെന്ന രീതിയാകുമ്പോൾ അത് പ്രേക്ഷകരെ ഏറ്റെടുക്കും. പ്രത്യേകിച്ച് അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് അവരൊക്കെ എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കില്ല. അപ്പോൾ അനുമോളെ കുറിച്ചിട്ട് പറയുമ്പോൾ സത്യാവസ്ഥകൾ പറയാം. പ്രേക്ഷകർക്ക് മണ്ടന്മാരൊന്നുമില്ല, പ്രേക്ഷകർ മണ്ടന്മാരല്ല. അവർ കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നുണകളാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ശൈത്യ അപ്പോൾ ഇതൊന്നും മിണ്ടാതിരിക്കുകയല്ലേ നല്ലത്. എന്തിനാ വെറുതെ ആവശ്യമുണ്ട് ഇതുപോലെ വന്ന് അഖിൽമാരെ കുറിച്ചും മറ്റുള്ള ആൾക്കാരെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഈ ഒരു എയർ പോക്കൊക്കെ നിൽക്കും, സമാധാനവും. അപ്പോൾ എന്തായാലും ശൈത്യക്ക് നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങും ഒക്കെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.